ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോണ കഥയുടെ പേര് രഹസ്യപ്പെട്ടി. രഹസ്യപ്പെട്ടി എന്ന് വെച്ചാൽ സീക്രട്ട് ബോക്സ്. അപ്പം നമുക്ക് ഫസ്റ്റ് പോയിന്റ് പഠിക്കാം. ഫസ്റ്റ് പോയിന്റ്, ട്രെയിൻ അർദ്ധരാത്രിയിൽ എത്തുന്നു. അപ്പം അർദ്ധരാത്രി എന്ന് വെച്ചാൽ എന്താ? മിഡ് നൈറ്റ്. അർദ്ധരാത്രി എന്ന് വെച്ചാൽ മിഡ് നൈറ്റ്. അപ്പം എത്തുക എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് പറയണേ? എത്തുക, അറൈവ്. അപ്പം ട്രെയിൻ അർദ്ധരാത്രിയിൽ എത്തുന്നു എന്ന് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. The train എത്തുക, arrive. അപ്പം എത്തുന്നു, അപ്പം arrives. The train arrives എപ്പോഴാ? at midnight. മിഡ്നൈറ്റ് എന്ന് വെച്ചാൽ അർദ്ധരാത്രി. The train arrives at midnight. അപ്പം ട്രെയിൻ അർദ്ധരാത്രിയിൽ എത്തുന്നു. അപ്പം നമുക്ക് എങ്ങനെ പറയാം? The train arrives at midnight. അപ്പം നമുക്ക് സെക്കൻഡ് പോയിന്റ് പഠിക്കാം. അപ്പോൾ സെക്കൻഡ് പോയിന്റ്, അവൾ പ്ലാറ്റ്ഫോമിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അപ്പം നമുക്ക് എങ്ങനെ ഇത് ഇംഗ്ലീഷിൽ പറയാം? അവൾ പ്ലാറ്റ്ഫോമിൽ, അവൾ എന്ന് വെച്ചാൽ എന്താ? ഷീ. ഒറ്റയ്ക്ക്, എലോൺ. അപ്പം നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം സ്റ്റാൻഡ്. അപ്പം അവൾ പ്ലാറ്റ്ഫോമിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണെന്ന് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഷീ ഈസ് standing alone എന്ന് വെച്ചാൽ എന്താ? ഒറ്റയ്ക്ക്. ഷീ ഈസ് സ്റ്റാൻഡിങ് alone on the platform. അപ്പം ഷീ ഈസ് സ്റ്റാൻഡിങ് alone on the platform. അവൾ പ്ലാറ്റ്ഫോമിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഷീ ഈസ് സ്റ്റാൻഡിങ് alone on the platform. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. ഒരു ഉയരം കൂടിയ മനുഷ്യൻ പെട്ടെന്ന് സ്റ്റേഷനിൽ പ്രവേശിച്ചു. അപ്പോൾ പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണെന്നറിയാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു സിമ്പിൾ പോസ്റ്റ് ആൻഡ് സെൻറ്റൻസ് ആണ്, കാര്യം കഴിഞ്ഞു പോയ കാര്യമുണ്ട്. അപ്പം ഒരു ഉയരം കൂടിയ മനുഷ്യൻ, അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? എ ടോൾ മാൻ. ഒരു ഉയരം കൂടിയ മനുഷ്യൻ, എ ടോൾ മാൻ. അപ്പം നമ്മുടെ ഒരു ഉയരം, എ ടോൾ. അപ്പം എപ്പോഴും ഓർക്കുക, ഒരു എന്ന് എവിടെ വന്നാലും അവിടെ നമുക്ക് എ ഉപയോഗിച്ചിട്ട് എഴുതാം. എ ടോൾ മാൻ. അപ്പോൾ എന്താ ചെയ്തത്? പെട്ടെന്ന് വെച്ചാൽ എന്താ? സഡൻലി. അപ്പം പിന്നെ സ്റ്റേഷനിൽ പ്രവേശിച്ചു. അപ്പോൾ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ നമുക്ക് എഴുതാം? എൻറ്റർ. പ്രവേശിക്കുക, എൻറ്റർ. പക്ഷേ ഇവിടെ പ്രവേശിച്ചു, അപ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ്, ഓൾറെഡി പ്രവേശിച്ച് കഴിഞ്ഞു. അപ്പം നമുക്ക് എൻറ്ററിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എൻറ്റേർഡ് എന്ന് എഴുതാം. എൻറ്റേർഡ്. അപ്പോൾ ഇവിടെ നമ്മൾ എൻറ്ററിൻ്റെ കൂടെ ഇ ഡി യൂസ് ചെയ്തു, എൻറ്ററിനെ പാസ്റ്റ് ഫോം ആക്കി. അപ്പം എ ടോൾ മാൻ എൻറ്റേർഡ് ദ സ്റ്റേഷൻ സഡൻലി എന്ന് വെച്ചാൽ എന്താ? പെട്ടെന്ന്. അപ്പം എങ്ങനെയാണ് നമ്മളിത് പറയുക? ഒരു ഉയരം കൂടിയ മനുഷ്യൻ പെട്ടെന്ന് സ്റ്റേഷനിൽ പ്രവേശിച്ചു. A tall man entered the station suddenly. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൻ കറുത്ത കോട്ട് ധരിച്ചിരുന്നു. അപ്പം ഇത് ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് ഇത് എങ്ങനെ എഴുതാൻ നോക്കാം. അവൻ എന്ന് വെച്ചാൽ എന്താ? ഹീ. ധരിക്കുക എന്ന് വെച്ചാൽ വിയർ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അവൻ കറുത്ത കോട്ട് ധരിച്ചിരുന്നു. ഹി വാസ്. അപ്പോൾ ഇവിടെ എന്താ വാസ് ഞാൻ യൂസ് ചെയ്തതെന്ന് ഞാൻ പറയാം. ഹി വാസ് വിയറിങ്. അപ്പം ഞാൻ പറയാം എന്താ ഇവിടെ നമ്മൾ വാസ് യൂസ് ചെയ്തത്. ഇത് ഞാൻ പറഞ്ഞു ഇതൊരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അവൻ കറുത്ത കോട്ട് ധരിച്ചിരുന്നു. അപ്പം നമ്മൾ പഠിച്ചിട്ടില്ലേ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പഠിച്ചേക്കണേ? ഈസ് സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ING ഫോം വെർബിൻ്റെ കൂടെ. അപ്പം സബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് വെർബ് പ്ലസ് ING ഫോമാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആകുമ്പോൾ നമുക്ക് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ING ഫോമാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇവിടെ ഷോർട്ടായിട്ട് എഴുതിയേക്കാം. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ING ഫോം യൂസ് ചെയ്തിട്ടാണ് ഇവിടെ എഴുതിയത്. അപ്പോൾ ഇങ്ങനെ അവൻ കറുത്ത കോട്ട് ധരിച്ചിരുന്നു. അപ്പം ഹി വാസ് വിയറിങ് എ ബ്ലാക്ക്
കോട്ട്. ഇത് BLACK ആണേ, കാണാൻ പറ്റില്ലെങ്കിൽ മനസ്സിലാക്കിക്കോ. BLACK. അപ്പം അവൻ കറുത്ത കോട്ട് ധരിച്ചിരുന്നു. അപ്പം ഹി വാസ് വിയറിങ് എ ബ്ലാക്ക് കോട്ട്. അപ്പം നമ്മൾ ഇപ്പം അവൻ കറുത്ത കോട്ട് ധരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അവൻ ഇപ്പോഴും ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിവിടെ ഈസ് ഉപയോഗിച്ചിട്ട് എഴുതാം. ഹി ഈസ് വിയറിങ് എ ബ്ലാക്ക് കോട്ട്. കാര്യം പിന്നെ ഇവിടെ വാസ് യൂസ് ചെയ്യാൻ കാരണം എന്താ, ഇതൊരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. പണ്ട് ഇതൊരു സെൻറ്റൻസ് ആണ്, കഴിഞ്ഞു പോയ കാര്യമാണ്. പക്ഷെ അന്നേരം കഴിഞ്ഞു പോയതാണെങ്കിലും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയുന്ന സമയത്തും. അപ്പം അതുകൊണ്ടാണ് നമ്മളിവിടെ വാസ് യൂസ് ചെയ്തത്. പിന്നെന്താ, പിന്നെ നമുക്ക് അറിയാലോ സബ്ജക്റ്റ് നമ്മൾ നോക്കണം. സബ്ജക്റ്റ് എന്താ, സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഹീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം സബ്ജക്റ്റ് ഹീ, നമ്മൾ ഹീയുടെ കൂടെ എന്താ യൂസ് ചെയ്തത്, ഹീ വാസ് ആണ് നമ്മൾ ഹീയുടെ കൂടെ യൂസ് ചെയ്തത്. കാര്യം നമ്മൾ നോക്കണം, നമ്മൾ പഠിച്ചിട്ടില്ലേ ഹീ ഷീ ഇറ്റൊക്കെ സിംഗുലാർ സബ്ജക്റ്റ് ആണ്, സിംഗുലാർ തേർഡ് പേഴ്സൺ സബ്ജക്ട്സ് ആണ്. പിന്നെ നമ്മൾ എന്താ നോക്കണം, അപ്പം നമ്മളിവിടെ ഹീയുടെ കൂടെ വാസ് ആഡ് ചെയ്തു. പിന്നെ പ്ലസ് വെർബ് എന്താ, വിയർ ആണ് ഇവിടുത്തെ വെർബിൻ്റെ കൂടെ നമ്മൾ ING ആഡ് ചെയ്ത് എഴുതി. അപ്പോൾ എങ്ങനെയാണ്, വിയറിങ് ആയി. വെർബിൻ്റെ കൂടെ ING ആഡ് ചെയ്തപ്പോൾ വിയറിങ്. അപ്പോൾ ഹി വാസ് വിയറിങ് എ ബ്ലാക്ക് കോട്ട്. അപ്പോൾ ഓർക്കോ, ഇതൊരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് പറയുമ്പം കഴിഞ്ഞു പോയ കാര്യമാണ്. കോട്ട് ഇട്ടു, അത് കഴിഞ്ഞ കാര്യമാണ്. ഇട്ടു എങ്കിലും ആ പണ്ടത്തെ കാര്യം പറയുമ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യം. മനസ്സിലായല്ലോ. ഇത് കഴിഞ്ഞു പോയ കാര്യമാണെങ്കിലും അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ വാസ് യൂസ് ചെയ്തെന്ന് ഓർക്കുക. ഈ ഒരു ഫോം ഉപയോഗിച്ച് എഴുതിയത്. കാര്യം പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ട് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെർ പ്ലസ് ING ഫോം യൂസ് ചെയ്തിട്ടാണ് ഇത് എഴുതിയത്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ, ട്രെയിൻ എത്തുന്നതിന് മുമ്പ് അവൻ ബാഗിൽ ഒരു പെട്ടി വെച്ചിരുന്നു. അപ്പം ഇത് ഒരു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്കറിയാം ഇതിൽ രണ്ട് കാര്യങ്ങൾ, പണ്ടത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ട്രെയിൻ എത്തുന്നതിന് മുമ്പ് അതൊരു കാര്യമാണ്. ട്രെയിൻ എത്തുന്നതിന് മുമ്പ് അവൻ എന്താ ചെയ്തത്, അവൻ ബാഗിലൊരു പെട്ടി വെച്ചിരുന്നു. അപ്പം ബാഗിലൊരു പെട്ടി വെച്ചിരുന്നു ട്രെയിൻ എത്തുന്നതിന് മുമ്പ് ചെയ്ത കാര്യമാണ്. അപ്പോൾ അതൊരു പഴയ കാര്യം. പിന്നെന്താ, ട്രെയിൻ എത്തുന്നതിന് മുമ്പ്, ട്രെയിനും എത്തിക്കഴിഞ്ഞൊരു കാര്യമാണ്, പഴയ കാര്യമാണ്. ബാഗിൽ പെട്ടി വെച്ചിരുന്നതും പഴയൊരു കാര്യമാണ്. അപ്പോൾ രണ്ട് പഴയ കാര്യങ്ങൾ ഒന്നിച്ച് വരുന്നുണ്ട്. നമുക്കിതെങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. അപ്പം ഹി ഹാഡ് കെപ്റ്റ്, അപ്പം നമുക്ക് ഹാഡ് യൂസ് ചെയ്ത് എഴുതാം. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ വരുന്നിടത്ത്, അപ്പം ഒരു ആക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വേറൊരു ആക്ഷൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് വരുന്നിടത്ത് നമുക്ക് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്ത് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ ഹി ഹാഡ് യൂസ് ചെയ്തു. പിന്നെ നമ്മൾ എന്താ, വെക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ, കീപ്പിൻ്റെ പാസ്റ്റ് ഫോമായ കെപ്റ്റ് യൂസ് ചെയ്തു. കീപ്പിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കിയിട്ടാണ് കെപ്റ്റ് എഴുതിയിട്ടാണ് ഇത് ഈ ഒരു സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്, ഹി ഹാഡ് കെപ്റ്റ് എ സ്മാൾ ബോക്സ് ഇൻ ഹീസ് ബാഗ് ബിഫോർ ദ ട്രെയിൻ അറൈവ്. ട്രെയിൻ വരുന്നതിന് മുമ്പ്. അപ്പം ഇവിടെ നമ്മൾ ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് എഴുതിയത്. ഹാഡും ഇങ്ങനെയുള്ള രണ്ട് പഴയ കാര്യങ്ങൾ ഒന്നിച്ച് വരുന്നിടത്ത് ഒരെണ്ണം മുമ്പ് ചെയ്തു, മറ്റേ പഴയ ആക്ഷൻ മുമ്പ് ചെയ്തൊരു കാര്യവും ഇങ്ങനെ രണ്ടും കൂടെ ഒന്നിച്ച് വരുന്നിട്ട് നമുക്ക് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്തിട്ട് എഴുതാം. അപ്പം ഇവിടെ ഞാൻ ഹീ എഴുതി. ഹീ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്. അപ്പോൾ ഹീയുടെ കൂടെ നമ്മൾ എന്താ യൂസ് ചെയ്തത്, ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ കീപ്പിൻ്റെ പാസ്റ്റ് ഫോം കെപ്റ്റാണ് ഇവിടെ എഴുതിയത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്, ഹി ഹാഡ് കെപ്റ്റ് എ സ്മാൾ ബോക്സ് ഇൻ ഹീസ് ബാഗ് ബിഫോർ ദ ട്രെയിൻ അറൈവ്ഡ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ്, അവൻ പല ദിവസങ്ങളായി അവളെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ് എന്താ, അവൾ ജനലിൻ്റെ അടുത്ത് ഇരിക്കുന്നു. അപ്പോൾ ഇത് ഇപ്പോഴത്തെ ഒരു കാര്യമാണ് പറയണത്. അപ്പം അവൾ ജനലിൻ്റെ അടുത്ത് ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, അവൾ ഷീ. ഇരിക്കുക എന്ന് വെച്ചാൽ എന്താ, സിറ്റ്. സിറ്റ്. അപ്പം ഇത് അവൾ ഇപ്പോൾ ചെയ്യണ ഒരു കാര്യമാണ്, ഇപ്പോഴത്തെ ഒരു കാര്യമാണ് പറയണത്. അപ്പം സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഷീ സിറ്റ്സ് നിയർ ദ വിൻഡോ. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ്. നമ്മൾ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ഇഎസ് ആഡ് ചെയ്തും എഴുതാൻ ചെയ്യാതെ എഴുതാൻ നമ്മൾ പഠിച്ചു. അപ്പം ഇത് നമ്മൾ വെർബിൻ്റെ കൂടെ എസ് ആഡ് ചെയ്തിട്ടുണ്ട്.
കാര്യം നമ്മൾ നോക്കണം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണെന്ന്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഷീയാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. നമ്മൾ പഠിച്ചായിരുന്നു, നമ്മൾ സബ്ജക്റ്റ് നോക്കുമ്പം വെർബിൻ്റെ എസ് ഓർ ഇഎസ് ആഡ് ചെയ്യണോ വേണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ ഷീയാണ്. അപ്പം നമ്മൾ വേറൊരു കാര്യം പഠിച്ചെന്താ, ഹീ, ഷീ, ഇറ്റ്, അതൊക്കെ എന്താ തേർഡ് പേഴ്സൺ സിംഗുലാർ സബ്ജക്ട്സ് ആണ്. അപ്പം അങ്ങനെയുള്ള സബ്ജക്ട്സിൻ്റെ കൂടെ നമുക്ക് വെർബിൻ്റെ കൂടെ എസ് ആഡ് ചെയ്യാം. അപ്പം ഇതാണ് വെർബ്, സിറ്റാണ് വെർബ് ഇവിടുത്തെ. അപ്പോൾ വെർബിലൂടെ നമ്മൾ എസ് ആഡ് ചെയ്തു. ആഡ് ചെയ്യാത്ത ഏതൊക്കെയാണ്, ഐ, യു, വി. അപ്പോൾ ഇങ്ങനെയുള്ള സബ്ജക്ട്സിലൂടെ നമുക്ക് എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ ആഡ് ചെയ്യാനുള്ള കാരണം മനസ്സിലായപ്പോൾ നിങ്ങൾക്ക്. ഷീ സിറ്റ്സ് നിയർ ദ വിൻഡോ ഒരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് ആണ്. അത് മാത്രമല്ല അത് നമ്മൾ സബ്ജക്റ്റ് നോക്കുക, സബ്ജക്റ്റ് ഒരു തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്ട്സ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എസ് ആഡ് ചെയ്യാം. ജസ്റ്റ് ഞാൻ എഴുതിയേക്കാം, സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ഇ എസ് ആണ് ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫോം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അവൾ ജനലിൻ്റെ അടുത്ത് ഇരിക്കുന്നു. ഷീ സിറ്റ്സ് നിയർ ദ വിൻഡോ. നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, പെട്ടെന്ന് കോച്ചിനുള്ളിലെ ലൈറ്റുകൾ ഓഫ് ആകുന്നു. നമുക്ക് എങ്ങനെ എഴുതാം, പെട്ടെന്ന് പറയുമ്പോൾ എന്താ, സഡൻലി. അപ്പോൾ ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് ആണ്. അപ്പം പെട്ടെന്ന് കോച്ചിനുള്ള ലൈറ്റ് ഓഫ് ആവുക, കാര്യം ഇപ്പോഴത്തെ ഒരു കാര്യമാണ് പറയണത്. അപ്പോൾ ഒരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, പെട്ടെന്ന് പറഞ്ഞാൽ സഡൻലി കോച്ചിനുള്ളിലെ ലൈറ്റുകൾ ഓഫ് ആകുക. അപ്പോൾ എങ്ങനെ നമുക്ക് പറയാൻ നമുക്ക് നോക്കാം. സഡൻലി ലൈറ്റുകൾ, the lights, suddenly the lights go off. Suddenly the lights go off. എവിടെയാ, ഉള്ളിൽ, കോച്ചിനുള്ളിൽ. അപ്പം ഇൻസൈഡ് ദ കോച്ചിനുള്ളിൽ ലൈറ്റ് പെട്ടെന്ന് ഓഫ് ആവുകയാണ്. അപ്പം പെട്ടെന്ന് കോച്ചിനുള്ളിലെ ലൈറ്റുകൾ ഓഫ് ആകുന്നു. സഡൻലി ദ ലൈറ്റ്സ് ഗോ ഓഫ് ഇൻസൈഡ് ദ കോച്ച്. അപ്പം ഇങ്ങനെ നമുക്ക് എഴുതാം ഈ ഒരു സെൻറ്റൻസ്. അപ്പം ഞാൻ പറഞ്ഞു ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് ആണെന്ന്. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ, ദ ലൈറ്റ്സ് എന്ന് പറഞ്ഞത് ഒരു പ്ലൂറൽ സബ്ജക്റ്റാണ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ എസ് ഓർ ഇഎസ് ആഡ് ചെയ്യില്ല എന്ന്. അപ്പം വെർബിൻ്റെ കൂടെ. അപ്പോൾ അവിടെ വെർബ് എന്ന് പറഞ്ഞാൽ ഗോ ആണ്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ നമ്മളൊന്നും ആഡ് ചെയ്തിട്ടില്ല, എസ് ഓർ ഇഎസ് ഒന്നും ആഡ് ചെയ്തില്ല. അപ്പം നമ്മളെങ്ങനെ എഴുതി, സഡൻലി ദ ലൈറ്റ്സ് ഗോ ഓഫ് ഇൻസൈഡ് ദ കോച്ച്. പെട്ടെന്ന് കോച്ചിനുള്ളിലെ ലൈറ്റുകൾ ഓഫ് ആകുന്നു. നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ, യാത്രക്കാർ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. അപ്പം ഇത് നമുക്ക് എങ്ങനെ എഴുതാം, അപ്പോൾ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. അപ്പം എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. യാത്രക്കാർ എന്ന് പറഞ്ഞാൽ എന്താ, പാസഞ്ചേഴ്സ്. അപ്പം ഉച്ചത്തിൽ എന്ന് പറഞ്ഞാൽ ലൗഡ്ലി. നിലവിളിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഷൗട്ട് ചെയ്യുക ഉറക്കെ. അത് മലയാളത്തിൽ നമുക്ക് നിലവിളിക്കുകയാണെന്ന് നമ്മൾ പറയും. അപ്പോൾ യാത്രക്കാർ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. അപ്പോൾ എങ്ങനെ എഴുതാം, യാത്രക്കാർ, പാസഞ്ചേഴ്സ്. ഇത് ഇ ആണ്, പാസഞ്ചേഴ്സ് ഇ. അപ്പം പാസഞ്ചേഴ്സ് ആർ, ഇവിടെ എന്താ ആറ് വന്ന കാര്യം, ഇവിടെ ഒരു പാസഞ്ചർ അല്ല, പാസഞ്ചേഴ്സ്, കുറേ പാസഞ്ചേഴ്സിനെയാണ് പറയണത്, കുറേ യാത്രക്കാർ. ഒരാളല്ല ഉദ്ദേശിക്കണേ, ഒത്തിരി പേരായതുകൊണ്ടാണ് നമ്മളിവിടെ ആർ ഉപയോഗിച്ചത്. പാസഞ്ചേഴ്സ് ആർ ഷൗട്ടിങ്. ഇപ്പോൾ ഷൗട്ട് എന്ന് പറഞ്ഞാൽ ഒച്ച വെക്കുക, നിലവിളിക്കുക. അപ്പം ഷൗട്ടിങ്. ലൗഡ്ലി എന്ന് വെച്ചാൽ എന്താ, ഉറക്കെ ശബ്ദം ഉണ്ടാക്കിയിട്ട്, ലൗഡ്ലി നമ്മൾ പറയില്ലേ, ഉറക്കെ ഉച്ചത്തിൽ. അപ്പം പാസഞ്ചേഴ്സ് ആർ ഷൗട്ടിങ് ലൗഡ്ലി. നമ്മൾ എന്തെങ്കിലും ഒരു യാത്രക്കാർ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. അപ്പം പാസഞ്ചേഴ്സ് ആർ ഷൗട്ടിങ് ലൗഡ്ലി. അപ്പം ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമ്മൾ പഠിച്ചിട്ടില്ലേ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എന്താ നമ്മൾ പഠിച്ചേക്കുന്നത്, സബ്ജക്റ്റിൻ്റെ കൂടെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ing ഫോം ഉപയോഗിച്ച് എഴുതാമെന്ന്. അപ്പം ഇവിടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പാസഞ്ചേഴ്സ്, കുറേ പേരായതുകൊണ്ടാണ് നമ്മളിവിടെ ആർ യൂസ് ചെയ്തത്. ഇവിടെ ഈസ് അല്ലെങ്കിൽ ആം ഉപയോഗിക്കാൻ പറ്റില്ല. ഈസം ഇവിടെ ഹീ ഷീ ഒന്നും അല്ല, അതുകൊണ്ട് നമുക്ക് ഈസ് പറ്റില്ല. ആം എന്ന് പറയുമ്പോൾ
ഇവിടെ ഐ അല്ല, അപ്പം ഐയുടെ കൂടെയാണ് നമ്മൾ ആം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും അല്ല, ഇവിടെ പാസഞ്ചേഴ്സ്, കുറേ യാത്രക്കാർ. അപ്പോൾ യാത്രക്കാർക്ക് നമ്മൾ ഇയോ ആം ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് നമ്മളിവിടെ ആർ യൂസ് ചെയ്തു. പാസഞ്ചേഴ്സ് ആർ, കുറേ പേരുണ്ടായിരുന്നു ആർ. പിന്നെ നമ്മൾ വെർബിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യണ കാര്യമല്ലേ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വെർബിൻ്റെ കൂടെ നമ്മൾ ing യൂസ് ചെയ്യും. ഇവിടുത്തെ വെർബ് എന്ന് പറഞ്ഞാൽ ഷൗട്ടാണ്. അപ്പം സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പാസഞ്ചേഴ്സ്. അപ്പം വെർബിൻ്റെ കൂടെ നമ്മൾ ing ഉപയോഗിച്ചു. ഷൗട്ടിങ് ing ആകുമ്പോൾ ഷൗട്ടിങ് ആയി. അപ്പോൾ ലൗഡ്ലി, പാസഞ്ചേഴ്സ് ആർ ഷൗട്ടിങ് ലൗഡ്ലി. യാത്രക്കാർ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. പാസഞ്ചേഴ്സ് ആർ ഷൗട്ടിങ് ലൗഡ്ലി. നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? ആരോ ഒരു സ്ത്രീയുടെ പേഴ്സ് മോഷ്ടിച്ചിട്ടുണ്ട്. ആരോ, അപ്പോൾ ആരോ നമുക്ക് എങ്ങനെ പറയാം? സംവൺ. ഒരു സ്ത്രീ, എ വുമൺ നമുക്ക് പറയാം. മോഷ്ടിക്കുക നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? സ്റ്റോൾ. അപ്പം മോഷ്ടിക്കുക സ്റ്റോൾ. ആരോ ഒരു സ്ത്രീയുടെ പേഴ്സ് മോഷ്ടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാം? ആരോ എന്ന് വെച്ചാൽ സംവൺ മോഷ്ടിച്ചിട്ടുണ്ട്. അപ്പം ഹാസ് സ്റ്റോളൻ a woman's purse. Someone has stolen a woman's purse. നെക്സ്റ്റ് പോയിന്റ്, ആരോ ഒരു സ്ത്രീയുടെ പേഴ്സ് മോഷ്ടിച്ചിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ എഴുതാം? ആരോ എന്ന് വെച്ചാൽ സംവൺ. ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? എ വുമൺ. മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ കട്ടെടുക്കുക, മോഷ്ടിക്കുക, സ്റ്റോളൻ. അപ്പം ആരോ ഒരു സ്ത്രീയുടെ പേഴ്സ് മോഷ്ടിച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെ എഴുതാം? ആരോ സംവൺ. നമ്മളിവിടെ ഹാസ് യൂസ് ചെയ്തിട്ടാണ് എഴുതിയത്. കാര്യം എന്താ? ഇവിടെ ഹാസ് ഉപയോഗിക്കാൻ കാര്യം, ഇത് ഓൾറെഡി ആരോ ഒരു സ്ത്രീയുടെ പേഴ്സ് മോഷ്ടിച്ച് കഴിഞ്ഞ കാര്യമാണ്, പണ്ട് കഴിഞ്ഞു പോയ കാര്യമാണ്. പക്ഷെ അതിൻ്റെ ഒരു റിസൾട്ട് ഇപ്പോഴും അത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിൻ്റെ ഒരു റിസൾട്ട്, അതിൻ്റെ ആ ഒരു ഫലം ഇപ്പോഴും ആ ഒരു സംഭവം നടക്കുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ ഹാസ്, അങ്ങനെയുള്ള സെൻറ്റൻസുകൾ നമുക്ക് ഹാസ് ഉപയോഗിച്ച് എഴുതാം. അപ്പം സമ്മൺ ഹാസ് സ്റ്റോളൻ എ വുമൺസ് പേഴ്സ്. ഇവിടെ എ ആണ്, ഇത് എ. ഇവിടെ എന്താ? സാധാരണ വുമൻ്റെ സ്പെല്ലിംഗ് നമ്മൾ WOMEN ആണ് നമ്മൾ കാണുന്നത്. ഇവിടെ എ വുമൺസ്. കാര്യം ഇവിടെ എ എന്താ വരാൻ കാരണം? കാര്യം ഇത് ഒരു സ്ത്രീ, നമ്മൾ സിംഗുലാർ. കുറേ വുമൺസ് ഉണ്ടെങ്കിൽ നമ്മൾ EN യൂസ് ചെയ്യും. കുറേ ഇത് എ യൂസ് ചെയ്യാൻ കാരണം ഒറ്റ ഒരു വുമണ്ണാണ് നമ്മൾ എ യൂസ് ചെയ്യുന്നത്. വുമൺ സിംഗുലാറും വുമൺ യൂസ് ചെയ്യുമ്പോൾ പ്ലൂറലും ആവും. അപ്പോൾ ഇതൊരു സിംഗുലാർ വേർഡാണ്. അപ്പോൾ എങ്ങനെയാണ്? ആരോ ഒരു സ്ത്രീയുടെ പേഴ്സ് മോഷ്ടിച്ചിട്ടുണ്ട്. സംവൺ ഹാസ് സ്റ്റോളൻ എ വുമൺസ് പേഴ്സ്. അപ്പം നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, ഉയരം കൂടിയ മനുഷ്യൻ അവളുടെ സീറ്റിനടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പം ഇത് ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്, പക്ഷെ തുടർന്നുകൊണ്ടിരുന്നൊരു കാര്യമാണ്. അപ്പം ഇതൊരു ഇതൊരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം കഴിഞ്ഞു പോയ കാര്യമാണെങ്കിലും തുടർന്നുകൊണ്ടിരുന്ന കാര്യമായതുകൊണ്ട്. അപ്പം ഉയരം കൂടിയ മനുഷ്യൻ അവളുടെ സീറ്റിന് അടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഉയരം കൂടിയ മനുഷ്യൻ. അപ്പം ദ ടോൾ മാൻ, അവളുടെ ഹർ. അടുത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നിയർ എന്ന് നമുക്ക് പറയാം. നിൽക്കുക എന്ന് വെച്ചാൽ സ്റ്റാൻഡ്. അപ്പം എങ്ങനെ എഴുതാം? The tall man was. കാര്യം ഞാൻ പറഞ്ഞതൊരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ് ഇവിടെ വാസ് ഉപയോഗിച്ച് എഴുതുന്നത്. The tall man was standing near എന്ന് വെച്ചാൽ എന്താ? അടുത്ത്. near her, അവളുടെ, near her seat. അപ്പം the tall man was standing near her seat. അപ്പം ഉയരം കൂടിയ മനുഷ്യൻ അവളുടെ സീറ്റിനടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പം the tall man was standing near her seat. അപ്പം നമുക്ക് ഓൾറെഡി പറഞ്ഞു ഇത് ഏത് ടെൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇതൊരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വാസ്
പിന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്തു, നമ്മൾ പിന്നെ വെർബിൻ്റെ കൂടെ ING ഫോമും യൂസ് ചെയ്തു, വാസ് സ്റ്റാൻഡിങ്. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ദ ടോൾ മാൻ ആണ്. അപ്പോൾ ദ ടോൾ മാൻ്റെ കൂടെ നമ്മൾ എന്താ യൂസ് ചെയ്തത്, വാസ് യൂസ് ചെയ്തു, പ്ലസ് വെർബ് പ്ലസ് ING ഫോം ഉപയോഗിച്ചാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ പറയാം, ദ ടോൾ മാൻ വാസ് സ്റ്റാൻഡിങ് നിയർ ഹെർ സീറ്റ്. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, അവൻ രക്ഷപ്പെടുന്നതിന് മുമ്പ് പോലീസ് അവനെ പിടിച്ചിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് പറയാം, അവൻ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ, ഇംഗ്ലീഷിൽ പറയുന്നത് എസ്കേപ്പ്. അപ്പോൾ രക്ഷപ്പെടുന്നതിന് മുമ്പ്, അപ്പം ബിഫോർ എസ്കേപ്പ്, ബിഫോർ മുമ്പ് എന്ന് പറഞ്ഞാൽ ബിഫോർ. അവനെ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് പറയണേ, ഹിം പിടിച്ചിരുന്നു. അപ്പം നമ്മൾ പിടിക്കുക, നമ്മൾ പിടിക്കുക എങ്ങനെ പറയില്ലേ, ഇപ്പോൾ ഒരു പോലീസ് പിടിക്കുക, അതിനൊക്കെ നമുക്ക് ക്യാച്ച് എന്ന് പറയാം, പിടിക്കുക ക്യാച്ച്. പക്ഷെ നമ്മൾ ഇവിടെ പിടിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. ഇത് ഓൾറെഡി ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ, അവൻ രക്ഷപ്പെടുന്നതിന് മുമ്പ് പോലീസ് അവനെ പിടിച്ചിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു 2 പാസ്റ്റ് ആക്ഷൻ ഒന്നിച്ച് വരുന്നൊരു സെൻറ്റൻസ് ആണ്. കാരണം അവൻ രക്ഷപ്പെടുന്നതിന് മുമ്പ്, അതും ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. പോലീസ് അവനെ പിടിക്കുന്നതിന് മുമ്പ്, അവൻ രക്ഷപ്പെടുന്നതിന് മുമ്പ് പോലീസ് അവനെ പിടിച്ചു. പോലീസ് അവനെ പിടിച്ചു, അതും ഒരു കഴിഞ്ഞുപോയ കാര്യമാണ്. അപ്പോൾ 2 കഴിഞ്ഞുപോയ കാര്യങ്ങൾ തമ്മിൽ ഒന്നിച്ച് വരുമ്പം നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ചായിരുന്നു, നമ്മൾ ഹാഡ് യൂസ് ചെയ്തിട്ട് എഴുതാൻ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ എങ്ങനെ നമുക്കിത് എഴുതാൻ നോക്കാം. ദ പോലീസ് നമ്മളിവിടെ ഹാഡ് യൂസ് ചെയ്തു. ദ പോലീസ് ഹാഡ്, പിന്നെന്താ, പിടിക്കുക എന്ന് വെച്ചാൽ ക്യാച്ച്. അപ്പം നമ്മൾ ക്യാച്ചിൻ്റെ പാസ്റ്റ് ഫോം ആണ് ഇവിടെ എഴുതുന്നത്, കോട്ട്. The police had caught him before എന്ന് വെച്ചാൽ എന്താ, മുമ്പ്. ബിഫോർ ഹി എസ്കേപ്പ് ആവുന്നതിന് മുമ്പ്, ബിഫോർ ഹി എസ്കേപ്ഡ്. But the police had caught him before he escaped. നമുക്ക് എങ്ങനെ എഴുതാം, അവൻ രക്ഷപ്പെടുന്നതിന് മുമ്പ് പോലീസ് അവനെ പിടിച്ചിരുന്നു. The police had caught him before he escaped. അപ്പോൾ ഇത് ബി കഴിഞ്ഞൊരു അകലമുണ്ട്, അപ്പോൾ ഞാൻ ജസ്റ്റ് ആ അകലം മാറ്റാൻ വേണ്ടി ഇങ്ങനെ എഴുതി. അപ്പോൾ the police had caught him before he escaped. അപ്പോൾ എപ്പോഴും ഓർക്കും, ഇവിടെ 2 പഴയ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പം അത് ഞാൻ ഒന്നും കൂടെ പറയാം. അവൻ രക്ഷപ്പെടുന്നതിന് മുമ്പ് പോലീസ് അവനെ പിടിച്ചു. അപ്പോൾ രക്ഷപ്പെടുന്നതിന് മുമ്പ്, അതും ഒരു പഴയ കാര്യമാണ്. അതിന് മുമ്പുള്ള കാര്യമാണ് പോലീസ് അവൻ പിടിച്ചത്. ഇത് 2 കൂടെ വന്നുകൊണ്ടാണ് നമ്മളിവിടെ ഹാഡ് ഉപയോഗിച്ച് എഴുതിയത്. അപ്പം നമുക്ക് അങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾ ഹാഡ് യൂസ് ചെയ്യാൻ മറക്കല്ല. അപ്പം ഇനി നമുക്ക് ഡൗട്ട് വേണം, ഇവിടെ ഹാഡ് യൂസ് ചെയ്യേണ്ട 2 പാസ്റ്റ് ആക്ഷൻസ് ഒന്നിച്ച് വരുന്നിടത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഹാഡ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ, അവസാനം അവൾ സുരക്ഷിതയാണ്, പക്ഷേ ആ രഹസ്യപ്പെട്ടി കാണാതായി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് ആണ്. ഇപ്പോഴത്തെ ഒരു കാര്യമാണ് പറയണത്, അവസാനം അവൾ സുരക്ഷിതയാണ്, പക്ഷേ ആ രഹസ്യപ്പെട്ടിയാണ് കാണാതായത്. അപ്പം അവസാനം ഫൈനലി, അവൾ സുരക്ഷിതയ്ക്ക് നമ്മൾ എങ്ങനെയാണ് പറയണത്, സേഫ്, സുരക്ഷിതം സേഫ്. പക്ഷേ എന്ന് പറഞ്ഞാൽ ബട്ട്, ആ രഹസ്യപ്പെട്ടി. അപ്പോൾ നമുക്ക് പറയാം ദാറ്റ് മിസ്റ്റീരിയസ് ബോക്സ്, കാണാതാവുക എന്ന് വെച്ചാൽ എന്താ, മിസ്സിങ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം നോക്കാം. ഫൈനലി എന്ന് പറയുമ്പോൾ എന്താ, അവസാനം അവൾ, ഫൈനലി ഷീ ഈസ് സേഫ്. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം, പക്ഷേ ബട്ട്, ആ രഹസ്യപ്പെട്ടി, ബട്ട് ദാറ്റ് മിസ്റ്റീരിയസ് രഹസ്യപ്പെട്ടി, ബട്ട് ദാറ്റ് മിസ്റ്റീരിയസ് ബോക്സ് ഈസ് മിസ്സിങ്, കാണാതെയായി, മിസ്സിങ്. അപ്പോൾ എങ്ങനെയാ, ഫൈനലി ഷീ ഈസ് സേഫ് ബട്ട് ദാറ്റ് മിസ്റ്റീരിയസ് ബോക്സ് ഈസ് മിസ്സിങ്. അപ്പോൾ അവസാനം അവൾ സുരക്ഷിതയാണ്, പക്ഷേ ആ രഹസ്യപ്പെട്ടി കാണാതായി. അപ്പം നമ്മളത് ഓർത്തിച്ചേക്കുക. എങ്ങനെയൊക്കെയാണ് വേർഡ്സൊക്കെ വന്നത്, എങ്ങനെയാണ്, അവസാനം ഫൈനലി, സുരക്ഷിതം എന്ന് വെച്ചാൽ എന്താ, സേഫ്, മിസ്റ്റീരിയസ് ബോക്സ്, അപ്പോൾ രഹസ്യപ്പെട്ടി, മിസ്സിങ് എന്ന് വെച്ചാൽ എന്താ, കാണാതായി.
അപ്പം നമുക്ക് ലാസ്റ്റ് പോയിൻ്റാണ് നമ്മുടെ കഴിഞ്ഞത്. അപ്പോൾ ഈ കഥയുടെ പേര് എന്തായിരുന്നു? രഹസ്യപ്പെട്ടിന്നായിരുന്നു. അപ്പം നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചു. അപ്പം നമുക്ക് ചെറിയൊരു കഥയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിലും കഥ ഇഷ്ടപ്പെടുകയാണെങ്കിലൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.